ഹലോ എവരി വൺ. അപ്പോൾ ഇഗ്നോയുടെ ബേസിക് ഇൻഫർമേഷനുള്ള പാർട്ട് 3 വീഡിയോ ആണിത്. ഇതുവരെ ആയിട്ട് 2 പാർട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഗ്നോയുടെ അഡ്മിഷനും കാര്യങ്ങളും, അതുപോലെ ഇഗ്നോയുടെ അണ്ടറിൽ വരുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഇഗ്നോയുടെ അസൈൻമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ ഇഗ്നോയിൽ വരുന്ന എക്സാംസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ഇഗ്നോ സ്റ്റഡി സെൻറ്റേഴ്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, ഇതിനെക്കുറിച്ചുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെ 2 പാർട്ടുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വരുന്ന പാർട്ടാണിത്, പാർട്ട് 3. അതിൽ 3 ടോപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടോപ്പിക്കാണ് ദ വാല്യൂ ഓഫ് കോഴ്സസ്, അതുപോലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് കോൺവൊക്കേഷൻ, മൂന്നാമതായിട്ട് വരുന്നത് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോഴ്സിൻ്റെ വാല്യൂ. എന്താണ് കോഴ്സിൻ്റെ വാല്യൂ? ഇപ്പോൾ ഇഗ്നോയുടെ അണ്ടറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിച്ച് കഷ്ടപ്പെട്ട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ശരിക്കും ടെൻഷൻ അടിക്കും അല്ലേ? അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇഗ്നോ ഒരു സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അക്രഡിറ്റേഷൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ PG സയൻസ് എടുക്കുമ്പോൾ അതിന് വേണ്ട പ്രാക്ടിക്കൽസും ആ പ്രാക്ടിക്കൽസ് ചെയ്യുന്നതിന് വേണ്ട എല്ലാ സപ്പോർട്ട്സും ഇഗ്നോ തന്നെ പ്രൊവൈഡ് ചെയ്യും. അത് അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആർട്സ് ആൻഡ് കൊമേഴ്സ് സബ്ജക്റ്റോ അതും അങ്ങനെ തന്നെയാണ്. എങ്ങനെ? ബാക്കിയുള്ള ആർട്സ് കൊമേഴ്സ് കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. എന്താണ്? അതിനെല്ലാം തന്നെ ഇക്വലൻസ് ലഭിക്കുകയും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ലഭിക്കുകയും ചെയ്യും. പോരാത്തതിന് ഏതൊരു പുതിയ നയം വന്നാലും അത് ഇഗ്നോ നടപ്പിലാക്കുന്നതിൽ എന്നും മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ UGC അംഗീകരിച്ചിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ ഒരു നല്ലൊരു വാല്യൂ തന്നെ ഇഗ്നോ സർട്ടിഫിക്കറ്റിന് എപ്പോഴും എവിടെ വരുന്ന നിങ്ങൾക്ക് ലഭിക്കും. UGC അംഗീകരിച്ചിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തിട്ടാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കോൺവൊക്കേഷൻ. എല്ലാ കോളേജുകളെയും പോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലും എന്തുണ്ട്? കോൺവൊക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അത് എല്ലാ വർഷത്തിലും ഡിസംബർ ജൂൺ മാസത്തിനിടക്കായിട്ട് എല്ലാ വർഷത്തിലും ഒരിക്കൽ ഇഗ്നോ നടത്തിക്കൊണ്ട് വരുന്ന ഒരു സെറിമണിയാണ്. എല്ലാ വർഷവും 2 എക്സാമാണ് വരുന്നത്. അത് നമ്മൾ എക്സാമിൻ്റെ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡീറ്റെയിലായി പറഞ്ഞിട്ടുണ്ട് എപ്പോഴൊക്കെയാണെന്നുള്ളത്. അപ്പോൾ 2 എക്സാം നടക്കുന്നുണ്ടെങ്കിലും കോൺവൊക്കേഷൻ പ്രോഗ്രാം വർഷത്തിൽ ഒരിക്കലേ അവർ നടത്തുന്നുള്ളൂ. അവർക്ക് സുഗമമായി നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് അത് ഒറ്റ പ്രാവശ്യം വർഷത്തിൽ നടത്തുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്ന ആ ഒരു മൊമെൻ്റ് ആണ് എന്ത്? കോൺവൊക്കേഷൻ അല്ലേ? അപ്പോൾ ആ ഒരു കോൺവൊക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളെ സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ കിട്ടിയാണ് എന്ത്? ലോകം നമ്മളെ ഡിഗ്രി ഗ്രാജുവേറ്റഡ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ട് നമ്മളെ അംഗീകരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ്സ് കാരണം നമുക്ക് ആ ഒരു കോൺവൊക്കേഷൻ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിച്ചില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് സ്റ്റഡി സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള സെയിം അഡ്രസ്സിൽ അവർ ആ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ നമുക്കൊരു ടെൻഷനും വേണ്ട. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് സർട്ടിഫിക്കറ്റ്. ഇഗ്നോ യൂണിവേഴ്സിറ്റി കൺട്രിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സർട്ടിഫിക്കറ്റിന് സാധാരണ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ലഭിക്കുന്ന അതേ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ തന്നെയാണുള്ളത്. അത് എവിടെയെങ്കിലും കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമാവോ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനിയിപ്പോൾ ഗ്രാജുവേറ്റ് ആയാലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയാലും അത് എല്ലാം നോർമൽ ഒരു കോളേജിൽ, അതായത് നോർമൽ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കോളേജിലുള്ള അതുപോലെ തന്നെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അണ്ടറിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും. നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ തിരക്കുകൾക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇടയിൽ നിങ്ങൾ പഠിച്ച് നേടിയെടുത്ത സർട്ടിഫിക്കറ്റാണിത്. അപ്പോൾ അതിൻ്റേതായ വാല്യൂ എപ്പോഴും ഉണ്ടാവും. അതിൽ ആർക്കും ഒരു വിധത്തിലും നിങ്ങളെ വില കുറച്ച് കാണാൻ കഴിയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കോളേജിൽ പോയി പഠിച്ചിട്ട് കിട്ടിയ ക്രെഡിറ്റ്സും ഇതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാ സ്ഥലങ്ങളിലും മറ്റുള്ള സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ഈ ഇഗ്നോ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഗ്നോ ബേസിക് ഇൻഫർമേഷനുള്ള ഈ 3 പാർട്ടിൻ്റെ വീഡിയോസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇത്രയും പാർട്ടുകളിൽ നമ്മൾ ഇഗ്നോ അഡ്മിഷൻ, അതുപോലെ ഇഗ്നോ കോഴ്സുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഗ്നോ അസൈൻമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ചുള്ള, അതുപോലെ സ്റ്റഡി സെൻറ്റേഴ്സും സ്റ്റഡി മെറ്റീരിയൽസും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ വാല്യൂ ഓഫ് കോഴ്സസ് എങ്ങനെയൊക്കെയാണ്, അതായത് കോഴ്സിൻ്റെ വാല്യൂ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. കോൺവൊക്കേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന്, അത് എങ്ങനെയൊക്കെയാണ് സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിലെത്തുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? സംശയങ്ങൾ എല്ലാവർക്കും തോന്നാം. അപ്പോൾ നല്ല കാര്യമാണത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അല്ലെങ്കിൽ ഇഗ്നോ ഓൾ ഇൻ വണ്ണിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ കോൺടാക്ട് നമ്പറാണിത്. ഈ നമ്പറിൽ നിങ്ങൾക്ക് എപ്പോഴും ഏത് ടൈമിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാം.